നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ പോവുകയാണ്. അവിടെ നിന്ന് മുത്തനബി ചോദിച്ചു, അല്ല അബൂ ഉമാമ, ഇപ്പോൾ നിസ്കാരത്തിന്റെ സമയമൊന്നുമല്ലല്ലോ, നിങ്ങൾ എന്താ ഇപ്പോൾ പള്ളിയിൽ കാണുന്നത്? അപ്പോഴാണ് അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, എൻ്റെ വിഷമം, എൻ്റെ വേജാർ, എൻ്റെ കടം അതൊക്കെ കുടുങ്ങിയിട്ട് വല്ലാത്തൊരു വിഷമത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. എന്ത് ചെയ്യാനെന്ന് അറിയില്ല നബിയെ. അതുകൊണ്ടൊന്ന് പള്ളിയിൽ വന്നെങ്കിലും ഒന്ന് സമാധാനം കിട്ടുമോ എന്ന് കരുതിയിട്ട് ഇങ്ങോട്ട് വന്നതാണെന്ന് അബൂ ഉമാമ റളിയല്ലാഹു അൻഹു മുത്തുനബിയോട് പറയണം. ഒന്നും ബേജാറാകണ്ട, ഒന്നും വിഷമിക്കണ്ട, ഞാനൊരു കാര്യം പറഞ്ഞു തരാം, ഒരു ദിക്ർ ചൊല്ലിത്തരാം. നീ അത് സുബഹിന്റെ സമയത്തും വൈകുന്നേരം നീ ചൊല്ലുകയാണെങ്കിൽ തീർച്ചയായും നിന്റെ കടങ്ങളെല്ലാം അത് വീട്ടി കിട്ടും. വളരെ പെട്ടെന്ന് റാഹത്ത് നിന്റെ ജീവിതത്തിൽ വന്നു ചേരും. വളരെ ആവേശത്തോടുകൂടെ ബലാ യാ റസൂലല്ലാഹ്, അവിടുന്ന് പറഞ്ഞു തരൂ നബിയെ എന്ന് അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്. അപ്പോഴാണ് മുത്തനബി പറഞ്ഞു, എന്നും രാവിലെയും വൈകുന്നേരവും ഈ ദിക്ർ ചൊല്ലുകയാണെങ്കിൽ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ബുഖ്ലി വൽ ജുബൻ വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വകഹ്രി ദിജാർ എന്നുള്ള ദിക്ർ ധാരാളം നിത്യജീവിതത്തിൽ ചൊല്ലിയാൽ തീർച്ചയായും അവിടുത്തെ കടങ്ങളെല്ലാം വീടിക്കിട്ടും, നല്ലൊരു റാഹത്തുള്ള ജീവിതം കിട്ടുമെന്ന് അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിനോട് മുത്തനബി പറഞ്ഞു കൊടുക്കുകയാണ്.